Hi everyone, good morning. Welcome back to our next SS class. After the exam, again we start our portions for the coming exam. How was your exam? Those who want to submit your answer sheet, you should submit speedily into your office. Otherwise, we can't check your answer sheet. Then we need to check your answer sheet and we'll give the mark to you. Okay. So last day we completed one chapter from geography, that is water. The next we need to study from your fifth chapter from geography, that is diversity of life on earth. Diversity of life on earth, that we are need to study from this chapter. What is diversity? Diversity means changes. Okay, changes. Earthil ഒരുപാട് diversities ഉണ്ട് അല്ലേ, which differences ഉണ്ട്, that we are going to study from this chapter. As you know, the part of the earth in which living organisms are found is called the biosphere, that we studied from the earlier chapter. What is biosphere? The part of the earth where is living organisms are found, that is known as biosphere. Life is found on land, in water and in air, but only up to the few kilometers above and below the surface of earth. Is it? Okay. Life is found on land, in water and in air, but only up to the few kilometers above, below and surface of the earth. എർത്തിലെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് എന്തുള്ളത്, ലൈഫ് ഉള്ളത്. എയറിലുണ്ട്, വാട്ടറിലുണ്ട്, ലാൻഡിലുണ്ട്, എന്നാൽ ഓൺലി അപ് ടു സർട്ടൻ പാർട്ട്. ഓക്കെ. Thus, compared to the size of the earth, the biosphere is a very narrow zone. എർത്ത് എന്ന് പറഞ്ഞാൽ ബിഗ്ഗസ്റ്റ് ബോളാണ്, ബിഗ്ഗസ്റ്റ് സ്ഫിയർ ആണ്. എന്നാൽ അതിൽ ഓൺലി സ്മോൾ ഏരിയ മാത്രമേ ഉള്ളൂ ബയോസ്ഫിയർ ആയിട്ട് വി ക്യാൻ ഫൈൻഡ്. ബയോസ്ഫിയർ മീൻസ് വേർ ലൈഫ് ഈസ് എക്സിസ്റ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് ബയോസ്ഫിയർ. ഓക്കെ. സോ yet it is a great variety of living things. ചെറിയൊരു സോണാണ് ബയോസ്ഫിയർ എന്നുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി ഓഫ് ലിവിങ് തിങ്സ് വി ക്യാൻ ഫൈൻഡ് ഫ്രം ബയോസ്ഫിയർ. ഫ്രം മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ ടു ഹ്യൂജ് ട്രീസ് ആൻഡ് ആനിമൽസ്. മൈക്രോസ്കോപ്പിക് ബാക്ടീരിയ മീൻസ് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റുന്ന എന്താണ്, നമ്മൾ ഒന്നുമില്ലാത്ത നമ്മുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ചിലപ്പോൾ ആ ബാക്ടീരിയാസിനെ വി ക്യാൻ ഫൈൻഡ്. ആ ബാക്ടീരിയാസ് തൊട്ട് huge trees and animals where we can find from or in biosphere. Okay, scientists have identified about 1.7 million organisms, and there are millions yet to be discovered. നമ്മുടെ സയൻറ്റിസ്റ്റ് 1.7 മില്യൺ, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് അല്ലേ. ഇപ്പോൾ 1.7 മില്യൺ ഓർഗാനിസംസിനെ നമ്മൾ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയതിന് നെയിം കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കണ്ടെത്താനിരിക്കുന്നു എന്നുള്ളതാണ് ഹിയർ സെയിം. ദിസ് ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ലൈഫ് ഈസ് കോൾഡ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി? ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ലൈഫ് ഈസ് കോൾഡ്, എർത്തിലുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റി ഓഫ് എന്താണ് ലൈഫിനെയാണ് അല്ലെങ്കിൽ ഓർഗാനിസംസിനെയാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. The next paragraph, the diversity of life found in an area depends on many things. ഒരു ഏരിയയിൽ ഏത് തരത്തിലുള്ള ആനിമൽസ് ആണ് അല്ലെങ്കിൽ ലൈഫാണ് വളരുന്നത് എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു.
ഇൻക്ലൂഡിങ് ഇറ്റ്സ് ക്ലൈമറ്റ്, ആ ഏരിയയുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ആൻഡ് വെജിറ്റേഷൻ അല്ലേ, അവിടെയുള്ള പ്ലാന്റ്സ് എങ്ങനെയാണെന്നുള്ളതിനനുസരിച്ചെല്ലാം അവിടുത്തെ ജീവികൾ എങ്ങനെയാണെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡെൻസ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഫോർ എക്സാമ്പിൾ ആർ ഹോം ടു ദ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് അല്ലെ. ട്രോപ്പിക്കൽ ഏരിയാസിലുള്ള ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഡെൻസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് അതിലുണ്ട്. ഈ ഫോറസ്റ്റിൽ എന്താണ് ഹോം ടു എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്, അവിടെ ഒരുപാട് ഓർഗാനിസംസ് ജീവിക്കുന്ന ഒരു ഏരിയയാണ്. വി സേ ദാറ്റ് ദേ ആർ ഏരിയാസ് ഓഫ് ഗ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അതൊരു ഗ്രേറ്റ് ബയോഡൈവേഴ്സിറ്റി ആണെന്ന് വി ക്യാൻ സേ. ഓക്കെ, ഇൻ ജനറൽ വാം ആൻഡ് ഹ്യൂമിഡ് റീജിയൻസ് സപ്പോർട്ട് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ലൈഫ്. അതായത് ചൂടും വെള്ളം ഒരുപോലെ കിട്ടുന്ന ഏരിയാസിൽ ഇഷ്ടം പോലെ ലൈഫ് വി ക്യാൻ സീ. സോ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻ ദ ട്രോപ്പിക്കൽ റീജിയൻ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ടുവാർഡ്സ് ദ പോൾസ്. എർത്തിൽ സെൻട്രൽ പാർട്ടിന് ഇഷ്ടം പോലെ ബയോഡൈവേഴ്സിറ്റിയും അത് നോർത്ത് പോളിലോട്ട് സൗത്ത് പോളിലോട്ട് പോകും തോറും അത് ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഹിയർ സെയിങ്. ഓക്കെ, ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ടു സപ്പോർട്ട് ലൈഫ് ഇൻ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് nature has a system which ensures that living beings get everything they need to survive from their surroundings. Let us see how the system work. To support life in different environments, different environments life exist ആവാൻ nature has a system. നമ്മുടെ നേച്ചർ, നമ്മുടെ ചുറ്റുപാട് അതിനൊരു സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഹിയർ സെയിങ്. For that we are need to study about the ecosystem. What is ecosystem? You know that living beings need energy in the form of food. Green plants produce food by using energy from the sun and materials such as carbon dioxide and water from the environment. What is saying? You know that living beings need energy in the form of food. ജീവിക്കുന്ന എല്ലാ ഐറ്റംസിനും എനർജി വേണം. ആ എനർജി നമ്മൾ കിട്ടുന്നത് ഫുഡിലൂടെയാണ് അല്ലേ. എനർജി, ദ ലിവിങ് ബീങ്സ് നീഡ് എനർജി ഇൻ ദ ഫോം ഓഫ് ഫുഡ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ്. ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇന്ന് എന്ത് ഭക്ഷണം കഴിച്ചോ അതെല്ലാം നമ്മൾ കിട്ടുന്നത് അല്ലേ, ഫിഷും മീറ്റും അല്ലാതെ എല്ലാം നമ്മൾ കിട്ടുന്നത് ഇവിടെ നിന്നാണ്, പ്ലാന്റ്സിൽ നിന്നാണ്. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ബൈ യൂസിങ് എനർജി ഫ്രം ദ സൺ. സണ്ണിൽ നിന്നുള്ള എനർജി കിട്ടിയിട്ടാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, സീഡ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാക്കുന്നത്. ആൻഡ് മെറ്റീരിയൽസ് സച്ചാസ്, മാത്രമല്ല സണ്ണിൽ നിന്നുള്ള എനർജിയും നമ്മുടെ ചുറ്റുപാടിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫ്രം ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ നിന്ന് പ്ലാന്റ്സ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും എടുത്തിട്ടാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽസ് സച്ചാസ് animals such as deer eat plants അല്ലേ. ഇനി ഡിയറിനെ പോലെയുള്ള വിച്ച് ആനിമൽസ് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്നു. ആൻഡ് ദേ ഇൻ ടേൺ ആർ ഈറ്റൺ ബൈ ദ ആനിമൽസ്. ഈ ഡിയറിനെ അല്ലേ, ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ഡിയറിനെ ആര് കഴിക്കുന്നു, ഫ്ലഷ് ഈറ്റേഴ്സ് ആയിട്ടുള്ള ടൈഗറോ ലയണോ ലെപ്പേർഡോ അല്ലേ, ഇത്തരത്തിലുള്ള ആനിമൽസ് ഈ ഡിയറിനെ കഴിക്കുന്നു, ലൈക്ക് ദ ടൈഗർ അല്ലേ. ആൻഡ് വെൻ ദീസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡൈ, ഈ ആനിമൽസ് നശിക്കുമ്പോൾ ഒരിക്കൽ ചത്തൊടുങ്ങും അല്ലേ, കുറച്ച് ഏജിലൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്സും ആനിമൽസും നശിക്കുമ്പോൾ ബാക്ടീരിയ ആൻഡ് അതർ ഓർഗാനിസംസ് ഫീഡ് ഓൺ ദെയർ റിമെയിൻസ്. ഈ പ്ലാന്റ്സിനെ ആനിമൽസിനെല്ലാം ചീഞ്ഞ് മണ്ണോട് ചേർക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന ജീവികൾ ആരാണ്, ബാക്ടീരിയാസ് ആണ്. ബാക്ടീരിയാസ് ആണ് ആക്ച്വലി ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും വേസ്റ്റ് ഭക്ഷിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് അത് മണ്ണിനോട് ചേർന്ന് ഇല്ലാതാകുന്നത്. ഇൻ ദിസ് പ്രോസസ് ദ റിമെയിൻസ് ആർ ഡീകമ്പോസ്ഡ് അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലേ, ഈ പ്ലാന്റ്സിൻ്റെയും വേസ്റ്റ് ആനിമൽസിൻ്റെയും വേസ്റ്റ് മണ്ണിനോട് ബാക്ടീരിയ കഴിച്ച് ചേർക്കുമ്പോൾ ഇവിടെ എന്താണ്, റിമെയിൻസ് ആർ ഡീകമ്പോസ്ഡ്. ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും അവശിഷ്ടങ്ങൾ മണ്ണിനോട് ചേർന്നു ഓർ ബ്രോക്കൺ ഡൗൺ അല്ലേ, അല്ലെങ്കിൽ ഇല്ലാതായിട്ട് മാറുന്നു. ദിസ് റിലീസസ് മെറ്റീരിയൽസ് ബാക്ക് ടു ദ എൻവയോൺമെൻറ്റ് ഫോർ റീയൂസ് അല്ലേ. അപ്പോൾ പ്ലാന്റ്സിന് വീണ്ടും മണ്ണിൽ നിന്ന് അല്ലേ നല്ല ഐറ്റംസ് എടുക്കാൻ അല്ലേ, പ്രോട്ടീൻസ് എടുക്കാൻ അല്ലേ, ഫെർട്ടിലിറ്റി കിട്ടാൻ ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും വേസ്റ്റ് മണ്ണിനോട് ചേരുമ്പോൾ പ്ലാന്റ്സിന് കിട്ടുന്നു. മാത്രമല്ല ഈ പ്ലാന്റ്സും ആനിമൽസും മണ്ണിനോട് ചേർന്ന് ഇല്ലാതാവുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. ഓക്കെ, സോ ദിസ് റിലീസസ് മെറ്റീരിയൽസ് ബാക്ക് ടു ദ എൻവയോൺമെൻറ്റ് ഫോർ റീയൂസ്. എഗെയിൻ പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിൽ നിന്നുള്ള അവശ്യ വസ്തുക്കളും വാട്ടറും എല്ലാം അബ്സോർബ് ചെയ്യുന്നതിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ടു സപ്പോർട്ട് ലൈഫ് ഇൻ ഗിവൺ ഏരിയ നേച്ചർ ഹാസ് വർക്കിംഗ് യൂണിറ്റ്
അല്ലേ? അപ്പം നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സേയിങ് ഹിയർ. ഓക്കെ, എങ്ങനെയാണ് നേച്ചർ വർക്ക് ചെയ്യുന്നത്? ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് മെറ്റീരിയൽസ് ഫ്രം ദ എൻവയോൺമെൻറ്റ്, അല്ലേ? എൻവയോൺമെൻറ്റിൽ നിന്നുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് മെറ്റീരിയൽസ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. ഫുഡ് ഈസ് പാസ്ഡ് ഓൺ ഫ്രം വൺ ഓർഗാനിസം ടു അനദർ, അല്ലേ? ഫുഡ് ഒരു ഓർഗാനിസം, പ്ലാന്റ്സിൽ നിന്ന് ഡിയറിൽ നിന്ന് മറ്റു അനിമൽസിലോട്ട് എന്താണ് പാസ് ചെയ്യുന്നതും നമ്മുടെ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ടാണ്, നമ്മുടെ നേച്ചറിൽ വെച്ചിട്ടാണ്. The material are used released for use over and over again, അല്ലേ? മെറ്റീരിയൽസ് യൂസ്ഡ് ആർ റിലീസ്ഡ്, ഈ യൂസ് ചെയ്ത മെറ്റീരിയൽസ് വീണ്ടും മണ്ണിനോട് തന്നെ ചേരുന്നു, അല്ലേ? ഈ ആനിമൽസും പ്ലാന്റ്സും ചത്തി ഇല്ലാതാവുമ്പോൾ. അപ്പോൾ അതും വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ കിട്ടുന്നതും എവിടെ നിന്നാണ്? നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ 3 രീതിയിലൂടെയാണ് നമ്മുടെ നേച്ചർ ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ലിവിങ് തിങ്സ്. ഓക്കെ, then a life supporting unit in nature in which living things are dependent on each other and the environment is called an ecosystem. What is ecosystem? That is a question. Underline that. A life supporting unit, ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഇൻ നേച്ചറിൽ, ഇൻ വിച്ച് അവിടെ ലിവിങ് തിങ്സ്, അല്ലെ, ജീവിക്കുന്ന ഐറ്റംസ് ആർ ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്, ഒന്നില്ലാതെ മറ്റൊന്നും ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ദ എൻവയോൺമെൻറ്റ്, അല്ലേ, എൻവയോൺമെൻറ്റുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻറ്റ് ടു ഈച്ച് അതർ ആണ്. ദിസ് ഇസ് കോൾഡ് എക്കോസിസ്റ്റം. വാട്ട് ഈസ് എക്കോസിസ്റ്റം? എ ലൈഫ് സപ്പോർട്ടിംഗ് യൂണിറ്റ് in nature in which living things are dependent to each other and the environment. It is called ecosystem. Okay, then one second. There are many types of ecosystems. ഒരുപാട് ecosystems here we can find. For example, grassland ecosystem is found in a region where main vegetation is grass. Grassland ecosystem എന്ന് പറഞ്ഞാൽ grasses മാത്രം വളരുന്ന റീജിയനാണ് ഗ്രാസ്ലാൻഡ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സിമിലർലി ദ എക്കോസിസ്റ്റം ഓഫ് എ ഡെസേർട്ട് ഈസ് ഡെസേർട്ട് എക്കോസിസ്റ്റം. ഒരു ഡെസേർട്ടിൽ പ്ലാന്റ്സും അനിമൽസും ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഡെസേർട്ട് എക്കോസിസ്റ്റം ആണ്. ഈച്ച് എക്കോസിസ്റ്റം സപ്പോർട്ട് സർട്ടൻ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ്, അല്ലേ? എല്ലാ എക്കോസിസ്റ്റത്തിലും സർട്ടൻ ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് വളരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദി ഗ്രാസ് ലാൻഡ്സ് ഓഫ് ആഫ്രിക്ക സപ്പോർട്ട് എ വെറൈറ്റി ഓഫ് ഗ്രാസ് ഈസ് ഈറ്റിംഗ് ആനിമൽസ്. ആഫ്രിക്കയിലെ ഗ്രാസ് ലാൻഡ് എന്താണ്? ഒരുപാട് ഗ്രാസ് കഴിച്ച് ജീവിക്കുന്ന ആനിമൽസിനെ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ വളരുന്നുണ്ട്. ഇൻക്ലൂഡിങ് ആൻറ്റിലോപ്സ് ആൻഡ് സീബ്രാസ്. ലയൺ ലൈക്ക് ആനിമൽസ് ലൈക്ക് ലയൺ, ലെപ്പേർഡ് ആൻഡ് ചീറ്റ, ഇത്രയും ആനിമൽസ് ഈ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ ഗ്രോ ചെയ്യുന്നു. which eat these animals are also found there. In this chapter, we will learn about certain regions classified according to their main vegetation and the animal life they support. From this chapter, we will study about some ecosystem and some of the animals found there. Okay. The next topic we need to study natural vegetation. The plants that grow naturally in an area without human interference comprise the natural vegetation. എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ? ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ, അല്ലെ, പ്ലാന്റ്സ് അവിടെ വളരുകയാണ് നാച്ചുറലി ഇൻ ആൻ ഏരിയ, ഒരു ഏരിയയിൽ നാച്ചുറലായിട്ട്, ഒരു മനുഷ്യൻ വളർത്തിയതോ മനുഷ്യൻ കൈകടത്തലോ ഇല്ലാതെ, വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർഫിറൻസ്, മനുഷ്യൻ്റെ കൈകടത്തൽ ഇല്ലാതെ. കമ്പയർസ് ദ നാച്ചുറൽ വെജിറ്റേഷൻ, അതിനെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുന്ന പ്ലാന്റ്സിനെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയില്ല. നമ്മൾ തൊടാതെ സ്വമേധ നാച്ചുറലായിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് നാച്ചുറൽ വെജിറ്റേഷൻ? ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ നാച്ചുറലി ഇൻ ആൻ ഏരിയ വിത്തൗട്ട് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് കംപ്രൈസ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഓഫ് ദാറ്റ് ഏരിയ. നാച്ചുറൽ വെജിറ്റേഷൻ വാരീസ് ഫ്രം റീജിയൻ ടു റീജിയൻ, അല്ലേ, ഡിപ്പെൻഡിങ് മെയിൻലി ഓൺ റെയിൻഫോൾ. മഴയെ ആശ്രയിച്ച് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലോട്ട് പോകുമ്പോൾ നാച്ചുറൽ വെജിറ്റേഷൻ ഡിഫറെൻ്റ് ആണ്. ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ദേ സസ്റ്റെയിൻ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് ആർ കോൾഡ് ആസ് ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ് ആൻഡ് ഡെസേർട്ട്, അല്ലേ. ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡിനെ ഏതെല്ലാം തരത്തിലുള്ള വെജിറ്റേഷൻ ആണ് അവിടെ ഉള്ളതെന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം നാച്ചുറൽ വെജിറ്റേഷനെ: ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്. ഓക്കെ, then what about these ecosystem?
or what about this natural vegetation that we can study in detail from your next class. Okay, what we studied today? Today we studied about biodiversity. Hmm? The next we studied what is ecosystem. The next we studied natural vegetation. So you should read minimum 5 times what we studied today, and if you have any doubt you can ask to me. Okay, we can see from your next class with our next topic. Okay, thank you.